ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സ്പേസ് ചാനലിലെ വചന വിചിന്തനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ശുദ്ധീകരണ തിരുനാൾ, അതോടൊപ്പം ഈശോ മിശിഹായെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ആ ഒരു തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. മോശയുടെ നിയമപ്രകാരം പരിശുദ്ധ അമ്മയും യൗസേ പിതാവും ഉണ്ണീശോയെ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത്, മോശ ഇസ്രായേൽക്കാർക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ ജനനത്തിനു ശേഷം മാതാവ് നിശ്ചിത സമയത്തിനു ശേഷം ദേവാലയത്തിൽ ചെന്ന് ശുദ്ധീകരണത്തിനുള്ള നിയമങ്ങൾ പൂർത്തിയാക്കണമെന്നും, കടിഞ്ഞൂൽ പുത്രനോ പുത്രിയോ ആണെങ്കിൽ നിശ്ചിത സമയത്തിനു ശേഷം ആ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്നും മോശയുടെ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിച്ച് ധ്യാനിക്കുന്നത്. ലൂക്കാ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു, പരിശുദ്ധ അമ്മ വിശുദ്ധ യൗസേ പിതാവിനോടൊപ്പം ചേർന്ന് ഉണ്ണീശോയെ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശിമയോൻ എന്ന മഹാത്മാവും അതോടൊപ്പം പ്രവാചകയായ അന്നയും അവിടെ ഈ ദിവ്യരക്ഷകനെ അവർക്ക് കാത്തു നിൽക്കുകയാണ്. മഹാത്മാവായ ശിമയോൻ ലൂക്കാ സുവിശേഷം 2:31 പറയുന്ന മനോഹരമായ വചനം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ശിമയോൻ പറയുന്നു, കർത്താവേ, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത് വിജാതിയർക്കുള്ള വെളിപാടിൻ്റെ പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിനുള്ള മഹിമയുമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനോടൊപ്പം ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിനു ശേഷം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ മുഴങ്ങിക്കേൾക്കേണ്ട ഒരു വചനം തന്നെയാണല്ലോ ഇത്. സകല ജനതകൾക്കു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത് വിജാതിയർക്കുള്ള വെളിപാടിൻ്റെ പ്രകാശവും സകല ജനതകൾക്കുമുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ, അങ്ങയുടെ തിരഞ്ഞെടുത്ത ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണല്ലോ. നമുക്കൊരു നിമിഷം ചിന്തിക്കാം. വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം നാം പങ്കെടുക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? രണ്ടാമതായി ഈശോയെ കാത്തുനിന്നത് പ്രവാചകയായ അന്നയാണ്. പ്രവാചകയായ അന്ന പറയുന്നു, എൻ്റെ കണ്ണുകൾ ഇതേ രക്ഷകനെ കണ്ടു. അതിനുശേഷം അന്ന സകല ജനതകളുടെയും ഇടയിലേക്ക് കടന്നു ചെന്ന് യെരുസലേം ദേവാലയത്തിൽ വന്നിരിക്കുന്നവരോട് ഈ ദിവ്യ ശിശുവിനെക്കുറിച്ച് പറയുകയാണ്. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈശോയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളിൽ എത്ര പേര് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു, ആഗ്രഹം കാണിക്കുന്നു? നാം പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണ്. അന്നയെപ്പോലെ മിശിഹാ തമ്പുരാനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കണ്ട് ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ ധനഹാത്തിൻ്റെ ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പെടുത്തലുകൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാ ഉള്ളത് എന്ന വസ്തുത നമുക്ക് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഈശോ നമുക്ക് വെളിപ്പെടുത്തതുപോലെ ആ ഈശോയെ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈ ലോകത്തിനെ വെളിപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇന്ന് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ മിശിഹായാണ് നിയമത്തിൻ്റെ എല്ലാം പൂർത്തീകരണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും നമുക്കിതിനോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുത്ത് അതിൽ വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.